Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നോൺ ടെക് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ among the following which is true for one way slab. വൺ വേ സ്ലാബിന് ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ നമുക്ക് ഡിഫറൻസ് നോക്കാം. വൺ വേ ആൻഡ് ടു വേ സ്ലാബ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ വൺ വേ സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ബൈ ബീം ഓൺലി ഇൻ ടു സൈഡ്സ്. രണ്ട് സൈഡ്സിലാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ഡയഗ്രാമിൽ കാണുന്ന പോലെ രണ്ട് സൈഡ്സിലാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. സോ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആർ പ്രൊവൈഡഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഫോർ വൺ വേ സ്ലാബ്. വൺ വേ സ്ലാബ് എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാറുള്ളൂ. അതേപോലെ ടു വേ സ്ലാബിൻ്റെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓൾ ഫോർ സൈഡ്സിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബീം. ആൻഡ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും കൊടുക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ ആണ്. ലെങ്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് വൺ വേ സ്ലാബാണ്. അതേപോലെ ലെങ്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ ഈസ് ലെസ് ദാൻ 2 ആണെങ്കിൽ നമ്മൾ പറയുന്നത് ടു വേ സ്ലാബാണ്. സോ നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ടേബിളൊക്കെ ആണെങ്കിൽ അത് മോസ്റ്റ്ലി രണ്ട് സൈഡിലായിരിക്കും സപ്പോർട്ട്. സോ അതിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വൺ വേ സ്ലാബിനെ പോലെയാണ്. ആൻഡ് ടു വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ വുഡൻ ടേബിൾ, അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ അത് ടു വേ സ്ലാബിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ് ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ സെക്ഷൻ മോഡുലസ് ഓഫ് ദ ബീം ഓഫ് സർക്കുലർ ഇൻ ഷേപ്പ് വിത്ത് റേഡിയസ് ആർ. സെക്ഷൻ മോഡുലസ് ആണ് ചോദിച്ചേക്കുന്നത്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ Z വെച്ചാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ I/Y ആണ്. സോ അതിൻ്റെ ഫോർമുല നമുക്കറിയാം. സർക്കുലറിൻ്റെ കേസസിൽ π/64 ഇൻറ്റു d⁴. ഓക്കെ, π/64 d⁴ ആണ്. അതേപോലെ വൈൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ d/2 ആണ് സർക്കിളിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ d³ ആകും, d ക്യാൻസൽ ആകുമ്പോൾ. അതേപോലെ 2 ക്യാൻസൽ ചെയ്ത് 62 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 32 ആകും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് π/32 ഇൻറ്റു d³ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ എക്സാമ്പിൾ ചോദിച്ചേക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു R ആണ് നമുക്ക് പറയേണ്ടത് അല്ലേ. അപ്പോൾ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡീനെ നമ്മൾ ആറിൽ d³ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8r³ എന്നാകും അല്ലേ. അപ്പോൾ 8r³ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 8നെ 32 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. സോ ആൻസർ എന്ന് പറയുമ്പോൾ π/4 ഇൻറ്റു r³ എന്ന് കിട്ടും. 5/4 ഇൻറ്റു r³. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. ഇത് ഏതാണ് മാച്ച് ആവുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് മാച്ച് ആവുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ വാട്ട് ഈസ് ദ സെഡിമെൻറ്റേഷൻ വിത്ത് കോഗുലേഷൻ ഈസ് ഡൺ. കോഗുലേഷൻ്റെയും സെഡിമെൻറ്റേഷൻ്റെയും ഒരു എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ സെഡിമെൻറ്റേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ടാങ്കിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സസ്പെൻഡഡ് പാർട്ടിക്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് സെറ്റിലാകുന്നത്. അതിനെയാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ സം കേസസിൽ സസ്പെൻഡഡ് പാർട്ടിക്കലിൻ്റെ പാർട്ടിക്കൽ സൈസ് കുറവാണെങ്കിൽ അത് സെറ്റിൽ ആവാതെ സർഫസിൽ തന്നെ ഇരിക്കും. അപ്പോഴാണ് നമ്മൾ കോഗുലേഷൻ യൂസ് ചെയ്യുന്നത്. കോഗുലേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആലമുണ്ട്, കുറേ എക്സാമ്പിൾസ് ഉണ്ട്. സോ ബേസിക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ആലമാണ് കോഗുലൻറ്റ്. ഓക്കെ, സോ ആലം യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആലം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കലാണ്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കലാണ്. അതേപോലെ സസ്പെൻഡഡ് പാർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കലാണ്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കൽ നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കൽ ആഡ് ചെയ്യുമ്പോൾ ഇത് സർഫസിൽ ഒരു ലെയർ ഫോം ചെയ്യും. ലെയർ ഫോം ചെയ്ത് ഇതിൻ്റെ സർഫസ് ഏരിയ കൂട്ടും ആൻഡ് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂട്ടി ഇതിനെ സെറ്റിലാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിനെയാണ് കോഗുലേഷൻ, സെഡിമെൻറ്റേഷൻ വിത്ത് കോഗുലേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ടു റിമൂവ് അയൺ ആൻഡ് മാഗ്നീഷ്യ, ടു റിമൂവ് ഫൗൾ ഗ്യാസസ്, ടു റിമൂവ് ബാക്ടീരിയ, റിമൂവ് ഫൈൻ കൊളോയിഡൽ പാർട്ടിക്കൽ. ആൻസറാണ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഇംപെർമിബിൾ ഫോർമേഷൻ വിച്ച് കണ്ടെയ്ൻ വാട്ടർ ബട്ട് നോട്ട് കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ്. ഏതാണ് ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒരു പാരാമീറ്ററിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അക്യുഫ്യൂജ്, അക്യുഫർ, അക്യുക്ലൂഡിൻ്റെ ഡിഫറൻസ് നോക്കാം. അക്യുഫ്യൂജ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ റോക്ക് സർഫസ്, ഒരു പാറയുടെ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് അക്യുഫേസിൻ്റെ എക്സാമ്പിളാണ്. അത് ബോത്ത് ഇംപെർമെബിൾ ആയിരിക്കും, ബോത്ത് നോൺ പോറസും ആയിരിക്കും. അത് വാട്ടറിനെ സ്റ്റോറും ചെയ്യത്തില്ല, വാട്ടറിനെ പെനിട്രേറ്റ് ചെയ്യാനും അലോ ചെയ്യത്തില്ല. സോ അതിനെയാണ് അക്യുഫ്യൂജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ അക്യുഫർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാമ്പിൾ വാട്ടർ, ഏതൊരു സോയിൽ സാമ്പിൾ അത് ബോത്ത് പോറസും ആയിരിക്കും ആൻഡ് ബോത്ത് പെർമിയബിലിറ്റി ഉള്ള ഒരു സോയിൽ സാമ്പിളിനെ നമ്മൾ അക്യുഫർ എന്ന് പറയും. ഓക്കെ, ബോത്ത് പോറസ് ആൻഡ് ബോത്ത് പെർമിയബിൾ, അതിനെ അക്യുഫർ എന്ന് പറയും. പിന്നെ തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അക്യുക്ലൂഡ് എന്ന് പറഞ്ഞാൽ ക്ലേയിനെ പോലെയാണ്. ക്ലേ തന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ക്ലേയിൻ്റെ നമുക്കറിയാം, ക്ലേയിൻ്റെ പാരാമീറ്റർ, ക്ലേയിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു പോറസ് കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. പോറോസിറ്റി ഇതിലുള്ളതാണ്, അതായത് വാട്ടർ സ്റ്റോറിങ് കപ്പാസിറ്റി ഇതിലുണ്ട്. ഓക്കെ, പിന്നെ അത് ഇംപെർമിയബിളുമാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് അത് തന്നെയാണ്. വാട്ട് ഈസ് ദ ഇംപെർമിയബിൾ ഫോർമേഷൻ വിച്ച് കണ്ടെയ്ൻസ് വാട്ടർ ബട്ട് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ്? അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ ഈസ് സി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റോഡ് ജംഗ്ഷൻ അറ്റ് സെയിം എലിവേഷൻ? നോട്ട് എ റോഡ് ജംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ഓപ്ഷൻ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും അറ്റ് സെയിം എലിവേഷൻ്റെ എക്സാമ്പിളാണ്, അതിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഡയമണ്ട് ഇൻ്റർചേഞ്ച് മാത്രമാണ് സെയിം കാറ്റഗറിയിൽ, സെയിം എലിവേഷൻ കാറ്റഗറിയിൽ വരാതെ ഗ്രേഡ് സെപ്പറേഷൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇത് വേറെ ഗ്രേഡ് എലിവേഷനാണ് ഡയമണ്ട് ഇൻ്റർചേഞ്ച് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എമംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, among the properties of cement to determine the compressive strength കണ്ടുപിടിക്കാൻ നമ്മൾ സിമെൻറ്റിൻ്റെ സാമ്പിൾ മോൾഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് അതിൻ്റെ ഡയമെൻഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സിമെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സിമെൻറ്റിൻ്റെ ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 7.06 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ആകുമ്പോൾ രണ്ട് സൈഡാണ് ഒബ്വിയസ്ലി. സോ ഇൻറ്റു 7.06 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ നിയർ അബൌട്ട് 49 സംതിങ് കിട്ടും. സോ നിയർ അബൌട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 50 ആണ്. ഓക്കെ, അതേപോലെ കോൺക്രീറ്റിൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് rate of loss such that the volume of rainfall in excess of that rate will be equal to the direct runoff? Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റൺ ഓഫ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ ഓഫ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ റെയിൻഫോളിൻ്റെയും റൺ ഓഫിൻ്റെയും റേഷ്യോനെയാണ് റൺ ഓഫ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് എത്ര റെയിൻഫോൾ ഉണ്ട്, അപ്പോൾ എത്ര റെയിൻഫോൾ വാട്ടർ ഒഴുകിപ്പോകുന്നു, അതിൻ്റെ റേഷ്യോ ആണ് റൺ ഓഫ് കോഎഫിഷ്യൻ്റ്. ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷനെ മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ്. ഓക്കെ, അതാണ് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ്. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതും. എക്സസ് വാട്ടർ ഫ്ലോ ചെയ്ത് ബാക്കി വാട്ടർ റിട്ടൈൻ ചെയ്യുമ്പോൾ എന്താണ് അതിന് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനാണ് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സോയിലിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി, അതിനെയാണ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സർഫസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോവുകയാണ്, അപ്പോൾ സോയിലിൻ്റെ എത്ര കപ്പാസിറ്റി ഉണ്ട് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ഓഫ് ഫോഴ്സിനെ റിട്ടൈൻ ചെയ്യാൻ. ഓക്കെ, സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ഓഫ് ഫോഴ്സിനെ, അതിനെയാണ് നമ്മൾ സർഫസ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രാവിറ്റിയുടെ എഫക്ട്സിൽ വാട്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ ചില വാട്ടർ സർഫസിൽ തന്നെ ഗ്രാവിറ്റിയുടെ എഫക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ സർഫസിൽ തന്നെ ഇരിക്കും, അതിനെയാണ് നമ്മൾ സർഫസ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ടു ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്? ഇലാസ്റ്റിസിറ്റി ഓഫ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു കോൺക്രീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ES/EC ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. സോ ഇതിനെ മോഡുലർ റേഷ്യോ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വേറൊരു ഫോർമുല കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുല 280/3 × σ/CBC എന്നും മോഡുലർ റേഷ്യോയുടെ ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുല. ഓക്കെ,
സോ സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും റേഷ്യോനെ നമ്മൾ മോഡുലർ റേഷ്യോ എന്ന് പറയുന്നത്, പിന്നെ 280/3 ഇൻറ്റു സിഗ്മ CBCനെയും മോഡുലർ റേഷ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിസൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഡയമെൻഷൻ ബൈ ലോങ്കിറ്റ്യൂഡിനൽ ഡയമെൻഷനെയാണ് നമ്മൾ പോയിസൺ റേഷ്യോ എന്ന് പറയുന്നത്. അതേപോലെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ലെങ്ത് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് is the construction in the form of cluster of closely spaced piles used for tying up of piles. ഷിപ്പിനെ ടൈ ചെയ്യാൻ ഏത് സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് പൈലിലാണ് പറഞ്ഞത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പൈൽ എന്നാണ്. നമ്മൾ ഡോൾഫിൻ എന്നാണ് അതിന് പറയുന്നത്. സോ അതിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട് നിയർ ബൈ ഏരിയയിൽ നമ്മൾ ഷിപ്പിനെ ടൈ ചെയ്ത് വെക്കുന്നത് ഒരു ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറാണ്. അത് പൈൽ പോലെ തന്നെ ഒരു ക്ലോസ്ലി സ്പേസ്ഡ് സ്ട്രക്ചറാണ്. ഓക്കെ, അതാണ് ഡോൾഫിൻ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ ഫെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെൻഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ലാൻഡ് സർഫസ് ആണ്, ഇത് ഷിപ്പാണ്. അപ്പോൾ ഇത് രണ്ടും അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ഷിപ്പിൻ്റെ ബോഡിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ലാൻഡിൽ നമ്മൾ കോൺക്രീറ്റ് വെച്ചാണ് ലാൻഡ് ഉണ്ടാക്കുന്നത്. സോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഫോർ ഷിപ്പ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഇതിനെ അടുത്ത് തന്നെ നമ്മൾ ലാൻഡിൻ്റെ അടുത്താണ് ഷിപ്പിനെ ടൈ ചെയ്ത് വെക്കുന്നത്. ബട്ട് അതിൻ്റെ വാട്ടറിൻ്റെ അൻഡുലേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ കൺട്രോൾ പറ്റാത്തൊരു സ്റ്റേജാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഏതർ നമ്മൾ ഷിപ്പിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരു കുഷൻ എഫക്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ ലാൻഡിൻ്റെ സറൗണ്ടിങ്ങിൽ കുഷൻ എഫക്റ്റ് കൊടുക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ ലാൻഡിനോ ഷിപ്പിനോ ഒരു ഡാമേജും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ആ കുഷനിങ് എഫക്റ്റ് കൊടുക്കുന്നത്. ആ കുഷനിങ് എഫക്റ്റിനാണ് ഫെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, മോൾസ് ആൻഡ് ടെക്സ്റ്റൈൽസ് അത് ഒരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആണ് ഷിപ്പ് യാർഡിൽ തന്നെ. ഓക്കെ, അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് മീൻ ബൈ ദ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ. സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഇതിൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെക്ഷൻ, ഒരു സെക്ഷനെ നമ്മൾ എത്ര മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് എ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് അറ്റ് ദ ക്രോൺ ഓഫ് ദ ആർച്ച്. ആർച്ചിൽ വെഡ്ജ് ഷേപ്പ് സ്ട്രക്ചറിൽ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമ്മൾ ഇമേജ് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും എന്താണ് സംഭവം എന്ന്. ഓക്കെ, പാർട്ട് ഓഫ് ദ സർക്കുലർ ആർച്ചാണ് ഇത്. സെൻട്രൽ പോർഷനെ നമ്മൾ കീ സ്റ്റോൺ എന്ന് പറയും, വോയ്സേഴ്സ് എന്ന് പറയും. ബാക്കി ഉള്ള പാരാമീറ്റേഴ്സിൻ്റെ വോയ്സേഴ്സ് എന്ന് പറയും. അതായത് ഇത് റേഡിയസ് ആണ്, ഇത് സ്പ്രിങ്ക്ലിംഗ് ലൈൻ ആണ്, ഇത് വെർട്ടിക്കൽ സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രോഡ്സ് ചോദിച്ചിട്ടുണ്ട്, എക്സ്ട്രോഡ് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇൻറ്റീരിയർ ഫേസ് ആയതുകൊണ്ട് ഇൻട്രോഡ്സും എക്സ്റ്റീരിയർ ഫേസ് ആയതുകൊണ്ട് എക്സ്ട്രോഡ്സ്. പിന്നെ ഡെപ്ത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോൺ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ മോസ്റ്റ് പോർഷനാണ് നമ്മൾ ക്രോൺ എന്ന് പറയുന്നത്. സോ വോയ്സേഴ്സ് ക്രോണിൽ വരുവാണ്, അല്ലെങ്കിൽ സെൻറ്റർ അല്ലെങ്കിൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് കീ സ്റ്റോൺ എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്യൂ ബാക്ക്, ഈ ഒരു പോർഷനാണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ സോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു താഴത്തെ ഒരു പോർഷനാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഡെഫിനിഷൻ. ബേസിക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ എക്സാമ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ്. നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് ഡയഗ്രാമിൽ ഏതൊക്കെ വാല്യൂ എന്തിനാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ് കീ. വോയ്സേഴ്സ് അറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ കീ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മിനിമം വാട്ടർ കണ്ടൻറ്റ് at which soil will just begin to crumble when rolled into thin thread approximately 3 mm in diameter. നമ്മൾ ഏതാണ് മിനിമം വാട്ടർ കണ്ടൻറ്റ്? നമ്മൾ മിനിമം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കൈവച്ച് റോൾ ചെയ്ത് നമ്മളതിനെ ത്രെഡ് ഫോമിൽ 3 mm ഡയമീറ്ററിലാക്കാൻ പറ്റുന്ന ഏതൊരു സ്റ്റേജിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേജാണ്, പ്ലാസ്റ്റിക് ലിമിറ്റാണ്. പ്ലാസ്റ്റിക് ലിമിറ്റിൽ മാത്രമേ നമുക്കൊരു സാമ്പിളിനെ നമ്മൾ ത്രെഡിങ് ചെയ്തിട്ട് നമുക്ക് കൈവച്ച് റോൾ ചെയ്ത് ത്രെഡ് ഫോമിൽ ആക്കിയെടുത്ത് 3 mm ഡയമീറ്ററിൽ ആക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ. സോ അതിനെ നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റാണ്. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ, ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിളിൽ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ആ ലിമിറ്റ് വരെ എത്തുവാണെങ്കിൽ നമ്മളതിനെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയും. പിന്നെ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിനെ നമ്മളെടുത്ത് റിമൂവ് ചെയ്യുകയാണ്. വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് ഒരു വെറ്റ് സാമ്പിളിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ വോള്യൂം ചേഞ്ച് ആകത്തില്ലെങ്കിൽ നമ്മളതിനെ പറയുന്നതാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. ഓക്കെ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റിൻ്റെയും പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെയും ഡിഫറൻസിനാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത്. ഇൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വാട്ട് ഡസ് ദ ആരോ റിപ്രസെൻറ്റ്? ആരോ എന്തിനാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ക്രിട്ടിക്കൽ പാത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ആരോ വെച്ചാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ രണ്ട് ഇവൻറ്റിനെയാണ് നമ്മൾ ഈ ഒരു സർക്കിൾ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റാർട്ട് ഇവൻ്റാണ്, ഒരു ഇവൻറ്റ് തുടങ്ങി ഒരു ഇവൻറ്റ് അവസാനിച്ചു, അതാണ് 1, 2 എന്ന് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ആരോവിനാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് റിസോഴ്സസ് കൺസ്യൂം ചെയ്യും ഇൻ ദ സെൻസ് അതിൽ മണി ആൻഡ് ടൈം ആൻഡ് എനർജി ഇൻവോൾവ് ആണ്. ബട്ട് ഇവൻറ്റിൽ മണി റിസോഴ്സസ് ഇൻവോൾവ് അല്ല. ഓക്കെ, അതിൽ ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇവൻറ്റ് ആൻഡ് ആക്ടിവിറ്റി. സോ ആക്ടിവിറ്റിയിൽ റിസോഴ്സസ് കൺസ്യൂം ആകും, ഇവൻറ്റിൽ റിസോഴ്സസ് കൺസ്യൂം ആകത്തില്ല. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാത്ത്, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ വേയിൽ പഠിക്കുകയാണെങ്കിൽ ഈസിയാകും. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി സ്റ്റാർട്ടായാലും ഫിനിഷ് ആയാലും അത് മേ ഫ്ലക്ച്വേറ്റ്. നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ടിങ്ങോ ഫിനിഷിങ്ങോ ഫ്ലക്ച്വേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. ബട്ട് അതിൻ്റെ ഫൈനൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ദ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റിനെ എഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ടൈം ഓർ ഫിനിഷ് ടൈം മേ ഫ്ലക്ച്വേറ്റ് ബട്ട് ഡസ് നോട്ട് എഫക്ട് ദ ഷെഡ്യൂൾ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ്. സോ അതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ ലെങ്ത് കൊടുത്തിട്ടുണ്ട്, ക്യാരീസ് എ പോയിന്റ് ലോഡ് W at the center of the beam. What will be the bending moment diagram ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിലാണ് ലോഡ് അപ്ലൈ ആകുന്നത്. സെൻറ്ററിൽ ലോഡ് ആക്കുമ്പോൾ ഇതിൻ്റെ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം ഏത് ഒരു പാറ്റേൺ ആണ്? നമ്മൾ ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രാമും വരയ്ക്കാം, ബെൻഡിങ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വേരിയേഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ഷിയർ ഫോഴ്സ് ഡയഗ്രാമിൻ്റെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ലോഡാണ്, അപ്പോൾ ഇവിടെ 2 സപ്പോർട്ട് കാണും. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഫൈലും സെൻറ്ററിൽ പോയിട്ട് ഇങ്ങനത്തെ ഒരു വേരിയേഷനിലാണ് ഉണ്ടാകുന്നത്. അതേപോലെ ബെൻഡിങ് മൂവ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ പൊസിഷനിൽ ഇറക്റ്റായി ട്രയാങ്കിൾ ആയിട്ടാണ് വരുന്നത്. സോ ഇതാണ് മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് റേഷ്യോ. സോ ആൻസർ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ആണ് ആൻസർ. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ ഈസ് 130 ആൻഡ് വാട്ട് ഈസ് ദ ബാക്ക് ബിയറിംഗ് ഓഫ് ദ ലൈൻ? 4 ബിയറിംഗ് തന്നിട്ടുണ്ട്, ബാക്ക് ബിയറിംഗ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 4 ബിയറിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 130 ആണ് തന്നിട്ടുള്ളത്. 130 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിട്ട് വരും, ഈ ഒരു സെക്ഷനായിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് എന്ന് പറയുമ്പോൾ ഓക്കെ, സോ ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കും. ഇതാണ് 130 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ ആണ് ബാക്ക് ബിയറിംഗ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ 310 ആയിട്ട് വരും. അതായത് 130 + 180 അതാണ് 310. സോ ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നത് 310 - 360 ഈ ഒരു പോർഷനാണ് വരുന്നത്. 360 - 310 ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. ഓക്കെ, 50 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നോക്കണം. ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ 4th ക്വാഡ്രൻറ്റിലാണ്. സോ നമുക്കറിയാം ഇത് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. സോ 50 നമുക്ക് ആൻസർ കിട്ടി. അത് ഏത് ക്വാഡ്രൻ്റിലാണെന്ന് പറയാം, 4th ആണ്. അപ്പോൾ സോ ആൻസർ നമുക്ക് നോക്കണം. 50 നോർത്ത്, 50 വെസ്റ്റ് ആണ് ആൻസർ. സോ ആൻസർ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ പ്ലെയിൻ വെർട്ടിക്കൽ സർഫസ്, ഇത് നമുക്ക് റീസ് ചെയ്യാം ആദ്യം. ഓക്കെ, if the center of the gravity of the plane vertical surface of 2 meter long and 1 meter wide is immersed in water, ഒരു മെറ്റീരിയൽ ആണ് immersed in നമ്മുടെ center of gravity of the plane ആണ് കൺസേൺ പോയിന്റ് ഓഫ് കൺസെപ്റ്റ് തന്നിട്ടുള്ളത്. സോ നമുക്കൊരു മെറ്റീരിയൽ വാട്ടറിൽ ഇമ്മേഴ്സ് ആയിരിക്കുകയാണ്. സോ അതിൻ്റെ ഡെപ്ത്ത് തന്നിട്ടുണ്ട് നമുക്ക്, പിന്നെ അതിൻ്റെ ഡയമെൻഷൻ പ്ലെയിൻ ഏരിയയുടെ അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 2x2x1. അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെപ്ത്ത് എത്ര ഡെപ്തിൽ ഇമേഴ്സ്ഡ് ആണ് തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ പ്രഷറാണ്. ടോട്ടൽ പ്രഷറിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ റോ ജി എച്ച് ബാർ ആണ് ഇതിൻ്റെ ഫോർമുല. റോ ജി എച്ച് ബാർ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുമ്പോൾ 2x1 ആണ്. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 ആണ്. പിന്നെ ജി എന്ന് പറഞ്ഞാൽ നിയർലി അപ്രോക്സിമേറ്റ്ലി 10 ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് തന്നിട്ടുണ്ട് 2. ഏരിയ എന്ന് പറഞ്ഞാൽ 2x1 ആണ്. പിന്നെ നമ്മൾക്ക് വാല്യൂ കിട്ടുന്നത് ന്യൂട്ടണിലാണ്. സോ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെ ജിയിലാണ് ആൻസർ തന്നത്. സോ ഡിവൈഡ് ബൈ 10 ചെയ്യണം, അപ്പോഴാണ് നമുക്ക് കെ ജിയിൽ വാല്യൂ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4000 എന്ന് കിട്ടും. സോ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, സി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പോയിൻറ്റ്സ് വിൽ ബി ദെയർ ഇൻ ടേൺ ഔട്ടിൽ എത്ര പോയിൻ്റ് ആണ്? സോ ടേൺ ഔട്ട് എന്താണെന്നാണ് നമുക്കത് നോക്കാം. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെയിൽവേയുടെ കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ ഡൈവേർട്ട് ചെയ്ത പോർഷനെയാണ് നമ്മൾ ടേൺ ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വേറൊരു ട്രാക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, വേറെ ട്രാക്കിലാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്ര പോയിൻ്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടേൺ ഔട്ടിൽ. സോ 2 പോയിൻ്റാണ് ഉള്ളത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ 2 ആണ് ഇതിൻ്റെ ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ, സോ 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് transmitted by the shaft of 10 mm diameter if the maximum shear stress induced to the shaft is 16 Newton/mm². സോ മാക്സിമം ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. ടോർക്കിൻ്റെ വാല്യൂ ഫോർമുല എന്ന് പറയുമ്പോൾ 2 × π/16 × d³ ആണ് ഇതിൻ്റെ ഫോർമുല. സോ നമ്മൾ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത് ന്യൂട്ടൺ ആണ്. സോ ന്യൂട്ടണിൽ നമ്മൾ ന്യൂട്ടൻ്റെ ബേസിൽ കൺവേർട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ mm മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. ആ ഒരു കൺസിഡറേഷൻ മാത്രം എല്ലാം വാല്യൂ അത് കൺസിഡർ ചെയ്തിട്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതാണ് എ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് സ്റ്റീൽ കോളംസ് സെക്ഷൻ വാട്ട് ഈസ് ഫില്ലറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റീൽ കോളം സെക്ഷൻ വാട്ട് ഈസ് സ്റ്റീൽ കോളം സെക്ഷനിൽ ഫില്ലറ്റ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ടി സെക്ഷനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്ലാഞ്ച് ആൻഡ് വെബ്. ഈ ഒരു പോർഷനാണ് ഫ്ലാഞ്ച്, ഇത് കംപ്രഷനാണ് വിത്ത് ഹോൾഡ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു സെക്ഷനാണ് വെബ്, ഇത് ഷിയർ ഫോഴ്സിനെയാണ് വിത്ത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആസ് പെർ ദ IS കോഡ് ഫോർ ദ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ വാട്ട് ഈസ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് ദ ലോഡ് ബീം. സോ ഇത് ഒരു സ്റ്റാൻഡേർഡ് കോഡൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/325 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ ഫൈനൽ സൈസ് ഓഫ് ദ ടൗൺ ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഗ്രീൻ ബെൽറ്റ് ആണ് നമ്മുടെ ഏരിയ ഫുൾ കൺസിഡർ ചെയ്യുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഫോറസ്റ്റ് സാങ്ച്വറി ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഗ്രീൻ ബെൽറ്റ് ആണ്. സോ ആൻസർ ഈസ് ഗ്രീൻ ബെൽറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം made of steel is having effective span of 4 meter. What is the section modulus required for the beam section if the safe bending
stress is 165 Newton per mm. ഇത് Newton per mm square. Take the total load including the superimposed load and dead load as 3 kN per meter. സോ ഇതിൻ്റെ ഫോർമുല നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. M/I is equal to F/Y. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സോ നമുക്കറിയാം Z is equal to I/Y ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? M/F is equal to Z എന്ന് കിട്ടും. ഓക്കെ, ബിക്കോസ് Z ഈക്വലൻറ്റ് I/Y ആണ്. ഐനെ മേളിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് I/Y ഇങ്ങനെ കിട്ടും. അപ്പോൾ Z ഈക്വൽ ടു M/F എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് M എന്താണെന്നറിയാം. M എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്. സോ മൊമെൻ്റ് സിംപ്ലി സപ്പോർട്ടഡിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ WL²/8 ആണ് സിംപ്ലി സപ്പോർട്ടഡ് കേസിൽ. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതേപോലെ എഫിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 60 × 10⁶ ഡിവൈഡഡ് ബൈ 165 mm³ എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത് മീറ്റർ, ഇവിടെ 4 മീറ്റർ ആണ്. സോ അതിനെ MM കൺവേർട്ട് ചെയ്യണം. പിന്നെ അത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ നമ്മൾ കിലോ ന്യൂട്ടണിൽ നമ്മൾ ന്യൂട്ടണിൽ കൺവേർട്ട് ചെയ്യണം. ഈ ഒരു പാരാമീറ്റർ കൺസിഡർ ചെയ്യുമ്പോഴാണ് 10⁶ എന്ന് വരുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പോൾ B ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. വെൻ ഡയറക്റ്റ് റേഞ്ചിങ് ഈസ് ഡൺ ഇൻ ചെയിൻ സർവേയിങ്. ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുമ്പോൾ എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വളരെ ബേസിക് ആണ്. വെൻ 2 സ്റ്റേഷൻസ് ആർ ഇൻ്റർവിസിബിൾ എന്ന് പറഞ്ഞാൽ 2 സെക്ഷൻ കാണുമ്പോഴേ നമുക്ക് ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഈസ് C. നെക്സ്റ്റ് പറഞ്ഞാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ക്രോസ് ഡ്രെയിനേജ് ഇഫ് ദ കനാൽ ക്രോസസ് ദ ഡ്രെയിൻ അറ്റ് ഹയർ എലിവേഷൻ ദാൻ ദ ഡ്രെയിൻ. ഇപ്പം 2-3 കേസസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രെയിൻ താഴെ കൂടെ, ഇപ്പോൾ കനാൽ മേളിൽ കൂടെ പോവുകയാണ് ഡ്രെയിനിൻ്റെ. ഇത് ഡ്രെയിനാണ്. കനാൽ ഒരു എലിവേറ്റഡ് പോർഷനായിട്ട് ഡ്രെയിനിൻ്റെ പോവുകയാണെങ്കിൽ നമ്മൾ ഇതിനെ എക്വഡക്റ്റ് എന്ന് പറയും. അതേപോലെ ഡ്രെയിൻ ഒരു കനാലിൻ്റെ മേളിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മളിതിനെ സൂപ്പർ പാസേജ് എന്ന് പറയും. ഡ്രെയിൻ നമ്മുടെ കനാലിൻ്റെ മേളിൽ കൂടെ പോവുകയാണെങ്കിൽ സൂപ്പർ പാസേജ് എന്ന് പറയും. അതേപോലെ കനാൽ ഡ്രെയിനിൻ്റെ മേളിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മളതിനെ എക്വഡക്റ്റ് എന്ന് പറയും. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ബെഡ് ഡിപ്പെൻഡൻ്റ് ആണ്. രണ്ടിൻ്റെ ബെഡ് ഇപ്പോൾ മാച്ച് ആവുകയാണെങ്കിൽ നമ്മളതിനെ ലെവൽ ക്രോസിംഗ് എന്ന് പറയും. സോ ഇതിൻ്റെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുമ്പോൾ എക്വഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് എ പോയിൻറ്റ് 60 cm above horizontal plane is 20 cm in front of VP and where will be the plan when the scale is 1:10. Okay, if the point is 60 cm above horizontal plane, ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും രണ്ടും കൺസിഡർ ചെയ്യണം. ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് തന്നിട്ടുള്ളപ്പോൾ നമുക്ക് ഈസി ആക്കാൻ വേണ്ടി നേരെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 6 cm-ഉം 2 cm-ഉം കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്നത് 6 cm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ 6 cm ആണ്. ഓക്കെ, അപ്പോൾ 6 cm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഒരു 6 cm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, 6 cm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 cm ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 cm ആണ്. അതേപോലെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 cm ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 cm, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 cm. അപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പ് വ്യൂ ആണ് കൺസിഡർ ചെയ്യുമ്പോൾ. ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂളാണ്, നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയിൽ അത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് ഡയറക്റ്റ് ഈ ഒരു പ്ലെയിനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 cm ബിലോ XY ലൈൻ എന്നാണ് വരുന്നത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ 2 cm ബിലോ XY ലൈൻ. അതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് കൺസിഡർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ explanation. Okay, next point of concern എന്ന് പറയുമ്പോൾ if a groundwater table is separated from main groundwater
by a relatively impermeable strata of smaller area extent located above the main ground water table that then what is the type of the aquifer ഏത് ടൈപ്പ് ഓഫ് അക്വിഫർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർച്ച്ഡ് അക്വിഫയർ, കൺഫൈൻഡ് അക്വിഫയർ. കൺഫൈൻഡ് അക്വിഫയർ പെർച്ച്ഡ് അക്വിഫയറിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കൺഫൈൻഡ് അക്വിഫറിനെ ആർട്ടീഷ്യൻ അക്വിഫയർ എന്ന് പറയാനുണ്ട്. സോ രണ്ട് ഇംപെർമിബിൾ മെമ്പറൈൻ ആണെങ്കിൽ, രണ്ട് ഇംപെർമിബിൾ മെമ്പറൈനിൻ്റെ ഇടയ്ക്കുള്ള ഒരു പെർമിബിൾ മെമ്പറൈൻ ആണെങ്കിൽ, ഇവിടെ ഒരു പെർമിബിൾ മെമ്പറൈൻ ആണ് ഇമാജിൻ ചെയ്യാം. സോ ഇതിൻ്റെ എക്സാമ്പിൾ ഇതിനെയാണ് നമ്മൾ കൺഫൈൻഡ് അക്വിഫർ അല്ലെങ്കിൽ ആർട്ടീഷ്യൻ അക്വിഫർ എന്ന് പറയുന്നത്. ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വളരെ കൂടുതലായിരിക്കും, ബിക്കോസ് ഇതിൻ്റെ ഇവിടെ ഒരു ഇംപെർമിബിൾ മെമ്പർ ആയതുകൊണ്ട് പ്രഷർ എക്സേർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതാണ് കൺഫൈൻഡ് അക്വിഫർ. പെർച്ച്ഡ് അക്വിഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർമിബിൾ മെമ്പറൈൻ, അതായത് പെർമിബിൾ മെമ്പറൈൻ, ഇതാണ് പെർമിബിൾ മെമ്പറൈൻ, ഇതിൻ്റെ മുകളിൽ ലൈ ചെയ്യുന്ന ഒരു ഇംപെർമിബിൾ മെമ്പറൈൻ, ഇതിനെയാണ് നമ്മൾ പെർച്ച്ഡ് അക്വിഫർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പെർച്ച്ഡ് ആൻഡ് കൺഫൈൻഡ് അക്വിഫർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടീഷ്യൻ അക്വിഫയർ ആണ്. ആർട്ടീഷ്യൻ അക്വിഫയറിൻ്റെ വേറെ പേര് തന്നെയാണ് കൺഫൈൻഡ് അക്വിഫർ. സോ ആൻസർ ഈസ് എ, പെർച്ച്ഡ് അക്വിഫർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ സിമെൻറ്റ് എമംഗ് ദ ഫോളോയിങ് ഇസ് ഡിറ്റർമൈൻഡ് യൂസിങ് വിക്കറ്റ് അപ്പാരറ്റസ്. വിക്കറ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്ത് ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ചോദിക്കുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് UTM ആണ്. ഫൈൻനെസ് എന്ന് പറഞ്ഞാൽ സീവ് അനാലിസിസ് ആണ്. സൗണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ ലീ ചാറ്റ്ലെസ് അപ്പാരറ്റസ് ആണ്. അതേപോലെ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത് വിക്കറ്റ് അപ്പാരറ്റസ് വെച്ചാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഡി. വാട്ട് ഈസ് എ നെഗറ്റീവ് ഫ്രിക്ഷൻ? നെഗറ്റീവ് ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിക്കും. നമ്മൾ പൈലിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ പൈലിനെ നമ്മൾ ലേ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങിൽ സോയിൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇതിൻ്റെ മൂവ്മെൻറ്റ് അല്ലാതെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെയാണെന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഡ്രാഗ് ആക്ടിങ് ഓൺ എ പൈൽ ഡ്യൂ ടു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സറൗണ്ടിങ് സോയിൽ, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഗ്രേഡ് ഡിനോട്ട്സ് 1:1:2. ഇതിനെ ഏത് ഗ്രേഡാണ് ഡിനോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ M25 ആണ്. സോ ഇതിനെ നമ്മൾ പഠിച്ചിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. M5, M7.5. ഇതിൻ്റെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ M5, M5, 10 ഇങ്ങനെ നമ്മൾ എഴുതണം. അതിൻ്റെ റേഷ്യോ നമ്മൾ എഴുതണം 1:5:10. അത് 10 അത് 5ൻ്റെ. അതേപോലെ അടുത്തത് റെഡ്യൂസ് ബൈ 1 ചെയ്യണം, അപ്പോൾ 4 കിട്ടും. ഇൻറ്റു 2 ചെയ്യണം, അപ്പോൾ 8 കിട്ടും. പിന്നെ അടുത്തത് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1:2, ഇതിനെ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്യണം, 3 × 2 6. സോ ഇങ്ങനെ നമുക്ക് ഫുൾ ഗ്രേഡ് 25 വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും ഈ എളുപ്പത്തിൽ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ M25 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടെമ്പററി ഡാം കൺസ്ട്രക്റ്റഡ് ടു ഫെസിലിറ്റേറ്റിംഗ് ദ കൺസ്ട്രക്ഷൻ വർക്ക്. സോ കൺസ്ട്രക്ഷൻ വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. വാട്ടറിൻ്റെ മൂവ്മെൻറ്റിന് നമ്മൾ അവിടെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കോഫർ ഡാം ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു കോഫർ ഡാം എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി പോർഷനാണ്. ടെമ്പററി പോർഷൻ കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ വാട്ടർ എല്ലാം പുറത്തെടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ട് പിന്നെയാണ് ഈ കോഫർ ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് കോഫർ ഡാം എടുത്തിട്ട് മാറ്റുന്നത്. സോ ഒരു ടെമ്പററി ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ കോഫർ ഡാം എന്ന് പറയുന്നത്. സോ ആൻസർ വിച്ച് ആർ ദ ഫോളോയിങ് ടെമ്പററി ഡാം എന്നാണ് ചോദിച്ചേക്കുന്നത് ഫോർ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ വർക്ക്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് കോഫർ ഡാം. ഓക്കെ, കോഫർ ഡാം കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ നമ്മൾ നോർമൽ എല്ലാ കേസിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മോസ്റ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് വളരെ വാല്യുബിൾ ആണ്. സോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.